blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ 5 ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളും നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായിരിക്കും. നമുക്ക് പതിവായി ചെയ്യുന്നത് പോലെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ഇളമക്കരയിൽ നിന്നുള്ള ബേബിക്കും പ്രിയയ്ക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ കർത്താവിൻ്റെ കൈകളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവ് കൊടുത്ത 2 പെൺമക്കളെയും അവരുടെ ഭാവിയെയും കുടുംബത്തെയും സകലത്തെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവർക്കും നല്ല ഒരു ഫ്യൂച്ചർ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങളാൽ കർത്താവെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. എന്തെല്ലാം ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോട് ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നു, അതിലെല്ലാം കർത്താവെ അത്ഭുതകരമായ മറുപടി കർത്താവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവെ, ബേണിമോൾക്ക് കുടുംബത്തിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ബീനുമോളെ കർത്താവെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ കർത്താവെ, കൊച്ചുമോൾ അഖിലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നടക്കുവാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, അപരിചിതരോട് സംസാരിക്കുമ്പോഴുള്ള ഭയവും യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറ്റിക്കളയേണ്ടതിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അങ്ങ് കേട്ടതിനാൽ നന്ദി പറയുന്നു. എത്രയും വേഗം മറുപടി അയക്കുന്നതുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട ജനുവരി 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് സ്റ്റീഫൻ ഓഡിറ്റോറിയം, മാക്കാംകുന്ന്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജനുവരി 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, പെരുമ്പാവൂർ. Today I'm going to speak about the wedding of the bride. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്ന പിന്നെയും മണവാട്ടിയുടെ കല്യാണത്തെക്കുറിച്ചാണ്. Before every wedding there should be an elaborate wedding planning. എല്ലാ വിവാഹത്തിന് മുൻപും വളരെ വിശദമായിട്ടുള്ള ഒരു കല്യാണ പദ്ധതിക്ക് നാം രൂപം കൊടുക്കാറുണ്ട്. They will plan and design the wedding invitation. നമ്മൾ കല്യാണത്തെക്കുറിച്ച് പദ്ധതിയിടുന്നു, അതിൻ്റെ ക്ഷണക്കത്തിനെ കുറിച്ച് പദ്ധതിയിടുന്നു. And the design of the wedding card. അന്നത്തെ ആ വെഡിങ് കാർഡിന്റെ കല്യാണ കുറിയുടെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. Then we will prepare the list of the people to be invited. അതിനുശേഷം വിളിക്കേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. The venue of the wedding. അത് മാത്രമല്ല കല്യാണം നടക്കേണ്ട സ്ഥലം ഏതാണ് എന്ന് ചിന്തിക്കുന്നു. And the one who officiates the wedding. അത് മാത്രമല്ല കല്യാണം നടത്തേണ്ട ആളാരാണ് അതും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നു. And the reception. അത് മാത്രമല്ല ആളുകൾക്ക്, വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം സൽക്കാരം കൊടുക്കേണ്ടത് എവിടെയാണ് ആ സ്ഥലം നാം പ്ലാൻ ചെയ്യുന്നു. From welcome drink to the pudding or fruit salad, ice cream. അത് മാത്രമല്ല വെൽക്കം ഡ്രിങ്ക് തുടങ്ങി അവസാനം കഴിക്കുന്ന പുഡിംഗ്, ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി ചിന്തിക്കുന്നു. The thanks card to be given out. അത് മാത്രമല്ല അവസാനം വരുന്ന അതിഥികൾ തിരിച്ചു പോകുമ്പോൾ മണവാളന്റെയും മണവാട്ടിയുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന താങ്ക്സ് കാർഡും നമ്മൾ പ്ലാൻ ചെയ്യുന്നു. The wedding dress. അതുപോലെ കല്യാണ വസ്ത്രം, So many things to be planned out. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നവരാണ്.
Now, in the first century, ആദ്യ നൂറ്റാണ്ടിൽ in Jewish weddings, യഹൂദന്മാരുടെ വിവാഹത്തിൽ the father of the groom was in charge of all the elaborate arrangements. കല്യാണം നടത്തുന്ന കാര്യത്തിൽ വരന്റെ പിതാവാണ് അതിന്റെ പൂർണ്ണമായ ചുമതലയുള്ള വ്യക്തി എന്നുള്ളത്. Who is in charge? ആരാണ് ചുമതലയുള്ള വ്യക്തി? ചെറുക്കന്റെ അപ്പൻ. Not പെണ്ണിന്റെ അപ്പൻ. The groom's father. ഓർക്കുക, ചെറുക്കന്റെ അപ്പനാണ്, വരന്റെ പിതാവാണ് വിവാഹം നടക്കുന്നതിന്റെ ചുമതലയുള്ളവൻ. Hello. ഹലോ. Not the girl's father, but the boy's father. ഓർക്കുക, പെൺകുട്ടിയുടെ പിതാവല്ല, ആൺകുട്ടിയുടെ പിതാവാണ്. And he is the one who spends from his pockets for all the expenses of the wedding. ആ പിതാവാണ്, അപ്പനാണ് തന്റെ പോക്കറ്റിൽ നിന്നുള്ള പണം ചിലവഴിച്ചിട്ടാണ് മകന്റെ വിവാഹം കെങ്കേമമാക്കുന്നത്. And he is the event manager. അങ്ങനെ നോക്കുമ്പോൾ ആ കല്യാണത്തിന്റെ ഈവന്റ് മാനേജർ എന്നുള്ളത് വരന്റെ പിതാവാണ്. Now I'm talking about the heavenly wedding that is going to happen between Christ and his church. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗീയമായ ഒരു വിവാഹത്തെ കുറിച്ചാണ്. അത് യേശുക്രിസ്തു എന്ന ചെറുക്കനും വരനും മണവാട്ടിയായിട്ടുള്ള സഭയും തമ്മിലുള്ള വിവാഹത്തെ കുറിച്ചാണ്. So tell me, who is the event manager here? ഇപ്പോൾ വരൻ ആരാണ്, വധു ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നടത്തുന്ന ഈവന്റ് മാനേജർ ആരാണ്? The heavenly father. നിശ്ചയമായിട്ടും The father of the boy. അതെ, ആൺകുട്ടിയുടെ പിതാവായ സ്വർഗീയ പിതാവാണ് ഈ വിവാഹം നടത്തുന്ന ചുമതലയുള്ളവൻ. Hallelujah. Hallelujah. So he is supervising everything. He is making all the elaborate plans. അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും മേൽനോട്ടം കൊടുക്കുകയാണ്. സകല കാര്യങ്ങൾക്കും വിശദമായ പദ്ധതികൾക്ക് രൂപകൽപ്പന കൊടുക്കുകയാണ്. Now, this wedding planning is going for many centuries now. ഇപ്പോൾ ഈ വിവാഹത്തിന്റെ പദ്ധതി എന്നുള്ളത് അനേക നൂറ്റാണ്ടുകളായി ഈ പദ്ധതി ഇങ്ങനെ നടക്കുകയാണ്. To be frank, all the arrangements started even before the establishment of the world. തുറന്ന് ഞാൻ പറയട്ടെ, ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപേ പോലും, ഈ ഭൂമി ഉണ്ടാക്കുന്നതിന് മുൻപേ തന്നെ ഈ സ്വർഗീയ പിതാവ് തൻ്റെ മകന്റെ വിവാഹത്തിന്റെ പദ്ധതികൾ മെനഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. God is a God of planning. ഓർക്കുക, ദൈവം പദ്ധതികളുടെ ദൈവമാണ്. Say it again. ദൈവം പദ്ധതികളുടെ ദൈവമാണ്. ദൈവം, നിങ്ങൾ പറയാമോ, പദ്ധതികളുടെ ദൈവമാണ്. And that's why in Jeremiah chapter number 29 and verse number 13, I think God is saying, I have great plans for your life. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ പദ്ധതികൾ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളത്. Some people say, വരുന്നിടത്ത് വെച്ച് കാണാം, let's go. വരുന്നിടത്ത് വെച്ചാണ്, അങ്ങ് പോട്ടെ എന്ന് ചിന്തിക്കുന്ന. No, God is not like that. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെ പദ്ധതിയില്ലാത്തവനല്ല. God plans everything beforehand. കാരണം ദൈവം സകല കാര്യങ്ങളും മുൻകൂട്ടി പദ്ധതിയിടുന്നവനാണ്. Hallelujah. ചേർന്നൊരു hallelujah. What I am telling you today is that God has planned out everything for your life meticulously. ഞാനിത് പറഞ്ഞു വരാൻ കാരണം, ബ്ലെസ്സിംഗ് സെന്ററിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നേരത്തെ നിങ്ങളുടെ കർത്താവ് പദ്ധതി ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. Hallelujah. ചേർന്നൊരു hallelujah പറഞ്ഞാല്. When Jesus came into this world, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ he came according to the plan of the heavenly Father. സ്വർഗീയ പിതാവിന്റെ പദ്ധതി പ്രകാരമായിട്ടായിരുന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. Matthew chapter 9 verse number 15. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. Jesus answered, how can the guests of the bridegroom mourn while he is with them? The time will come when the bridegroom will be taken from them. Then they will fast. 15-ാമത്തെ വചനം ഇപ്രകാരമാണ്. അതിന് യേശു ഇങ്ങനെ മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ തോഴന്മാർക്ക് എങ്ങനെ ദുഃഖിതരാകുവാൻ കഴിയും? മണവാളനെ അവരിൽ നിന്ന് അകറ്റുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. I am talking about the wedding of the bride. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, മണവാട്ടിയുടെ വിവാഹത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. And I am talking about the preparations and planning.
അതുമാത്രമല്ല ആ വിവാഹത്തിന്റെ ഒരുക്കത്തെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. I told you the Heavenly Father planned out everything even before the establishment of this world. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, കർത്താവ് ഈ കല്യാണത്തിന്റെ പദ്ധതികൾ സ്വർഗത്തിലെ പിതാവ് ഇന്നലെ തുടങ്ങിയതല്ല, ഈ ഭൂമി ഉണ്ടാക്കുന്നതിന് മുൻപേ അവൻ പദ്ധതി തുടങ്ങിയതാണ്. And when the time came, Jesus came into this world. സമയമായപ്പോൾ യേശു കർത്താവ് കാലസമ്പൂർണതയിൽ ഭൂമിയിലേക്ക് വന്നു. The boy came to see the girl. ഈ പെൺകുട്ടിയെ കാണുവാൻ വേണ്ടി ചെറുക്കൻ ഇതാ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. And here Jesus is declaring himself as the bridegroom. ഇപ്പോൾ ഈ വചനപ്രകാരം നാം നോക്കുമ്പോൾ യേശു കർത്താവ് തന്നെ താൻ മണവാളനാണ് എന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. The question in this context is this: John's disciples, John the Baptist's disciples fast, but Jesus' disciples are not fasting. Why? ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം ഇതാണ്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ദിവസങ്ങളിൽ ഉപവസിക്കുന്നുണ്ട്, എന്നാൽ യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം എന്നുള്ളത്. Then Jesus said, അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, how can the guests of the bridegroom mourn while he is with them? അപ്പോൾ യേശു പറയുന്നു, മണവാളൻ കൂടെയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ തോഴന്മാർക്ക് എങ്ങനെ ദുഃഖിതരാകുവാൻ കഴിയും? And then he said, the time will come when the bridegroom will be taken from them, then they will fast. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുന്നു, മണവാളനെ അവരിൽ നിന്ന് അകറ്റുന്ന ഒരു കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. The wedding house is not a mourning house. ഒരു കല്യാണ വീട് എന്നുള്ളത് ഒരിക്കലും ഒരു ദുഃഖത്തിന്റെ വീടല്ല. Say it again. കല്യാണ വീട്, വിവാഹത്തിന്റെ വീട് ഒരിക്കലും ഒരു ദുഃഖത്തിന്റെ ഭവനമല്ല. When the bridegroom comes, മണവാളൻ വരുമ്പോൾ all are happy. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. They sing songs. അവർ പാട്ടുകൾ പാടും. And they make merry. അത് മാത്രമല്ല സന്തോഷത്തിന്റെ ഗീതങ്ങൾ പാടുന്നു. And all the guests and all the servants, all are happy. എല്ലാ അതിഥികളും ആ വീട്ടിലുള്ള സകല തോഴമക്കാരും എല്ലാവരും വളരെ സന്തോഷവാന്മാരായിരിക്കും. And all are eating and drinking. എല്ലാവരും കുടിക്കുകയും കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Nobody is fasting. ആരും തന്നെ ഉപവസിക്കുന്നില്ല. In the same way, അതുപോലെ തന്നെ when Jesus was with the disciples for 3.5 years, none of them fasted weekly or monthly or yearly. യേശു കർത്താവ് ഭൂമിയിൽ 3.5 വർഷക്കാലം തന്റെ ശുശ്രൂഷ ജീവിതകാലത്ത് തന്റെ ശിഷ്യന്മാർ ആരും ഒരിക്കലും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ വർഷത്തിൽ ഒരിക്കലോ ഉപവസിച്ചിട്ടില്ലായിരുന്നു. But when Jesus was taken up, എന്നാൽ യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ they started fasting. അവർ ഉപവസിക്കാനായിട്ട് തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. And in the Acts of the Apostles, many times they were in fasting and in prayer. അപ്പോസ്തല പ്രവൃത്തിയിൽ പല പ്രാവശ്യം അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. John chapter 3 and verse number 29. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനത്തിൽ, The bride belongs to the bridegroom. അവിടെ നാം കാണുന്നു മണവാട്ടി മണവാളനു വേണ്ടിയിട്ടുള്ളതാണ്. Yeah, the friend who attends the bridegroom waits and listens for him and is full of joy when he hears the bridegroom's voice. That joy is mine and it is now complete. അവിടെ എഴുതിയിട്ടുള്ള മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. മണവാളന്റെ തോഴൻ മണവാളന്റെ സ്വരം കേട്ട് അത്യധികം ആനന്ദിക്കുന്നു. ആ ആനന്ദമാണ് എനിക്കുള്ളത്. John the Baptist is speaking now. ഇപ്പോൾ യോഹന്നാൻ സ്നാപകനാണ് ഇവിടെ സംസാരിക്കുന്നത്. He says, I am the friend who attends to the bridegroom. അവിടെ നാം കാണുകയാണ് മണവാളന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ മണവാളന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്നേഹിതൻ മാത്രമാണ് യോഹന്നാൻ സ്നാപകനായ ഞാൻ. ഹലോ, എത്ര പേര് കേൾക്കുന്നുണ്ട്? See, in all these verses, ഈ വചനങ്ങളെല്ലാം പഠിക്കുമ്പോൾ Jesus says, I am the bridegroom. യേശു കർത്താവ് തികച്ചും ഉറപ്പാക്കി പറയുകയാണ്, ഞാനാണ് മണവാളൻ. John the Baptist says, I am the friend of the bridegroom. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, നോക്കൂ, മണവാളന്റെ കൂട്ടുകാരൻ മാത്രമാണ് ഞാൻ. So this is very clearly mentioned. അതുകൊണ്ട് വളരെ കൃത്യമായി വ്യക്തമായി ഈ കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. When you shout a hallelujah to the bridegroom. മനസ്സിലായിട്ടുള്ളവർ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാൽ. Hallelujah. Hallelujah.
If you are preparing yourself as the bride, you can shout a hallelujah to the bridegroom. ഓ മണവാളൻ യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ മണവാട്ടിയാകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മണവാട്ടിമാരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാല്. Now the things that I'm going to tell you is very important. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. The bridegroom is the son of the heavenly Father. ഓർക്കുക, മണവാളൻ എന്നുള്ളത് സ്വർഗീയ പിതാവിന്റെ മകനാണ്. And the bridegroom is the most beautiful, the most handsome one. അതുമാത്രമല്ല, മണവാളൻ എന്നുള്ളത് ഏറ്റവും സുന്ദരനായ ഒരു വ്യക്തിയാണ്. He is perfect. അവൻ പൂർണ്ണനാണ്. He is perfect in beauty. അവൻ സൗന്ദര്യത്തിൽ പൂർണ്ണനാണ്. He is perfect in holiness. അപ്പോൾ തന്നെ അവന്റെ വിശുദ്ധിയിൽ അവൻ പൂർണ്ണനാണ്. He is perfect in all the abilities. ആ കഴിവുകളിൽ അവൻ പരിപൂർണ്ണനാണ്. And according to the language of the Song of Songs, he is fairer than 10,000. അതുമാത്രമല്ല, ഉത്തമഗീതത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 10,000ങ്ങളിൽ അതിസുന്ദരനാണ്. That means there is no one like him. അതിന്റെ അർത്ഥം അവനെ പോലെ വേറെ ആരുമില്ലെന്ന്. He is matchless. അവൻ അത്രത്തോളം നിസ്തുല്യനാണ്. He is holy and glorious. അവൻ വളരെ വിശുദ്ധനും അതുപോലെ തന്നെ വളരെ മഹത്വവാനുമാണ്. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഈ സഹോദരിയുടെ പേര് ഉഷ എന്നാണ്. മുളന്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. വിവാഹം കഴിഞ്ഞ് 2.5 വർഷമായിട്ട് സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. സെപ്റ്റംബർ 2013 നമ്മുടെ ചർച്ചിലുള്ള ഒരു ആൻറ്റി, ഒരു മിനിസ്റ്റർ ആയിരുന്ന ആൻറ്റിയാണ് ഈ സഹോദരിയെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് സെപ്റ്റംബർ 2013 പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും ആഴ്ചകളിൽ നമ്മുടെ ആരാധനയിൽ പങ്കെടുത്തു. അതിനുശേഷം സഹോദരിയോട് ആൻറ്റി പറഞ്ഞു, ഡെയിലി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണണം. അങ്ങനെ നിരന്തരം ദിവസേനയുള്ള രാവിലെ 7 മണിക്കുള്ള നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ഈ സഹോദരി കാണാൻ തുടങ്ങി. ഈ സഹോദരിക്കും ഈ സഹോദരിയുടെ ചേച്ചിക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. അവർക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന വിഷയം എനിക്കും എൻ്റെ ചേച്ചിക്കും കർത്താവെ കുഞ്ഞുങ്ങളെ തരണമേ എന്നുള്ളതായിരുന്നു. മനുഷ്യരുടെ മുമ്പിൽ ഞങ്ങളെ നിന്ദിക്കാൻ ഇടവരരുത്. കുഞ്ഞുങ്ങളില്ല, 2.5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞുങ്ങളെ തരണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഇവിടെ വന്നു. അതിനുശേഷം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാവിലെ പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഉഷ എന്ന് പറയുന്ന സഹോദരിയുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് യേശു കർത്താവ് ഒരു അത്ഭുതത്തെ തരാൻ പോകുന്നു, സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ വിളിച്ചു പറഞ്ഞു. ഈ സഹോദരി അതിനുശേഷം പറയുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ സഹോദരി മാത്രമല്ല, ഈ സഹോദരി ചേച്ചിയും ഒരേ മാസം തന്നെ പ്രഗ്നന്റ് ആയി. 8 വർഷമായ കുഞ്ഞുങ്ങളില്ലാത്ത ചേച്ചിയും അനീതിയും 2 പ്രസവിച്ചു. 1 മാസം തന്നെ പ്രഗ്നന്റ് ആയി. 1 മാസം തന്നെ 2 പേരും. എല്ലാറ്റിലുപരി ഡോക്ടർ സഹോദരിയോട് പറഞ്ഞത്, നിന്റെ യൂട്രസ് വളരെ ചെറുതായതുകൊണ്ട് ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല യൂട്രസിന്റെ ഘടന. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രഗ്നന്റ് ആകാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളതായിരുന്നു ഡോക്ടർ പറഞ്ഞു കൊടുത്തത്. ഓ ശരിയാണ്. ഇവനെ പോലെ ഒരു മിടുക്കനായിട്ടുള്ള കൊച്ചിന് ആ യൂട്രസിനകത്ത് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അവന്റെ പിരിപിരി കണ്ടായിരുന്നോ? കർത്താവ് കൊടുക്കുമ്പോ ഇതുപോലെയാ കൊടുക്കുന്നേ. ഹല്ലേലൂയ. നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളെയാണ്. ഡോക്ടേഴ്സ് എന്തൊക്കെ റിപ്പോർട്ട് പറഞ്ഞത് എന്താ നോക്കി. സ്റ്റേജ് മുഴുവൻ കൈയടക്കി കഴിഞ്ഞു. പിന്നെ ഇപ്പം മൈക്രോഫോണും കൂടി വേണം. അതുകൊണ്ട് ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ചേർത്തടിച്ചൊരു വലിയ ഹല്ലേലൂയ പറഞ്ഞാല്
ചേച്ചി എവിടെയുണ്ട്? ഇപ്പം ചേച്ചി എവിടെയുണ്ട്? ചേച്ചി തമിഴ്നാട്, എൻ്റെ വീട് തമിഴ്നാട്. ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കും, നമ്മളന്തുരുത്തി. ഓക്കെ ഓക്കെ. പുള്ളി ഇവിടെ കോൺട്രാക്ട് പണിയാ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കൂല. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചായിരുന്നാ അതെ, അല്ലെ ഡൈവേഴ്സ് തന്നോണ്ട് എൻ്റെ വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇപ്പം എല്ലാം റെഡിയായി. ഹല്ലേലൂയ. ഒരു കുഞ്ഞു കർത്താവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിനും പരിഹാരമായി. സത്യത്തിൽ ഇവര് മലയാളികളല്ല, തമിഴനാണ്. പക്ഷേ ചേച്ചി തമിഴ്നാട്ടിലാണ്. പക്ഷെ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥന കേൾക്കുമ്പം അത് തമിഴ്നാട്ടിലാണെങ്കിലും ഉഗാണ്ടയിലാണെങ്കിലും എവിടേക്കും കർത്താവിന് ഒരു നിമിഷം കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. കൈകൾ നീട്ടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത ഈ ദാനത്തിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങളും നന്മകളും കർത്താവെ വന്നു ചേരട്ടെ. അങ്ങ് കൊടുത്ത ഈ ദാനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ജനം ചേർന്നുറക്കി ആമേൻ പറഞ്ഞാലും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട ജനുവരി 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് സ്റ്റീഫൻ ഓഡിറ്റോറിയം, മാക്കാംകുന്ന്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജനുവരി 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, പെരുമ്പാവൂർ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. വലിയ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ധൈര്യത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഈ സമയത്ത് കർത്താവ് കൈനീട്ടി രോഗികളെ സൗഖ്യമാക്കണമേ എന്നങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഓരോ രോഗവും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ശ്വാസകോശങ്ങളിൽ പഴുപ്പ് ബാധിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. വയറിൻ്റെ അകത്തുള്ള ട്യൂമറുകൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. പൈൽസ് രോഗമുള്ള വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം ആ പൈൽസ് രോഗം മാറട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കാൽമുട്ടിൻ്റെ അകത്തുള്ള ചില വേദനകൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതുപോലെ കാലിനെ ബാധിച്ചിരിക്കുന്ന നീരും വ്രണങ്ങളും അങ്ങനെയുള്ള അവസ്ഥകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. നട്ടെല്ല് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം നട്ടെല്ല് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞു പോകുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തിരികെ വരട്ടെ. അതുപോലെ പ്രത്യേകിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എത്രയും വേഗം അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. കിഡ്നികൾ പ്രവർത്തനരഹിതമായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഒരു ഷോൾഡറിൽ ഭയങ്കരമായ പെയിനുണ്ട്. ഒന്നും അതുകൊണ്ട് ചെയ്യാനോ കൈ ഉയർത്താനോ ഒന്നും സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു ഷോൾഡറിൻ്റെ ആ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. സ്കിൻ ഡിസീസുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് നിങ്ങളുടെ അകത്തുള്ള പ്രയാസം എന്താണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന വേദന എന്താണെങ്കിലും വിശ്വാസത്തോടെ യേശുവിൽ നിന്നും അനുഗ്രഹത്തെ സ്വീകരിക്കുക, വിടുതൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കൈ നീട്ടിയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അങ്ങ് തൊട്ട് വിടുതൽ അയക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഓരോ വിടുതലുകൾക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്കതിൻ്റെ വിശദാംശങ്ങൾ എടുക്കാനും ആവശ്യപ്പെടാനും സാധിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ ഒരു പ്രോഗ്രാം പോലും കാണാൻ
മറക്കരുത്. മാത്രമല്ല ഈ ബ്ലെസ്സിങ് ടുഡേ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇതിനെക്കുറിച്ച് അറിയാത്ത ചിലരോടെങ്കിലും ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ അനിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: മുൻമഴയും പിന്മഴയും ദൈവം പെയ്യിക്കും എന്ന് പറഞ്ഞത് ആര്? Who said that God will give former rain and latter rain? Options: A. David, B. Patros, C. Yovel, D. Paulus. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.